നിങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിനുള്ള ഉത്തരം തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തുവാനും ഈ പ്രഭാതത്തിൽ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാട്ടെ. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മുഖവര കൂടാതെ ചോദിക്കുകയാണ്. ഞങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നവരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, ഭയപ്പെടുന്നവരാണെന്നൊക്കെ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഞങ്ങൾക്ക് ന്യായവിധി ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അതിനെന്താണ് മറുപടി? ഇവിടെ അപ്പം അനേകരും പറഞ്ഞ് ഞങ്ങൾ കർത്താവിനെ എപ്പോഴും വിളിക്കുന്നവരാണ്, കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിയുമാണ്, അവർ കർത്താവിനെ വിളിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങൾക്ക് ന്യായവിധി അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളൊരു വാക്യം വചനത്തിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായി 7:21. അപ്പോൾ എപ്പോഴും കർത്താവിനെ വിളിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി തീരുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് മത്തായി 7:21. നിങ്ങൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിന് ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ടോ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ന്യായവിധിയിൽ അകപ്പെടാതെ സ്വർഗരാജ്യത്തിൽ നാം കടക്കണമെങ്കിൽ നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പറയുന്നുണ്ടോ? നീ കൽപ്പനകളെ പ്രമാണിക്കായ ദൈവത്തിൻ്റെ വചനം പറയും. ന്യായശാസ്ത്രികൾ പറയുന്നുണ്ട്. ചിലർ ചോദിക്കുന്നത്, ഞങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്, എപ്പോഴും പ്രാർത്ഥനയിൽ ഊട്ടിരിക്കുന്നവരാണ്, എന്നാൽ ഞങ്ങൾ 10 കൽപ്പന ഞങ്ങൾ അനുസരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ആ ന്യായവിധിയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നല്ല ചോദ്യമാണ്. ധാരാളം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ന്യായവിധിയിൽ നിന്ന് ഒഴിവ് കിട്ടത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു വാക്യം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 28-9 വാക്യം. സദൃശ്യവാക്യങ്ങൾ 28-9 വാക്യം വായിക്കും. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ആ ഉത്തരം വളരെ ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്, പക്ഷേ വചനം പറയുന്നത് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും ദൈവത്തിന് വെറുപ്പാണ്. അപ്പം നമ്മൾ ദൈവത്തിന് ഇഷ്ടമായ രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണെന്ന് അവകാശപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവരായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കാം. ഇന്ന് ലോകത്തിൽ അനേക ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറയുന്ന ആളുകൾ വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും, അതായത് രോഗശാന്തിപരം, പ്രവചനപരം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ധാരാളം ആൾക്കൂട്ടങ്ങൾ അവർക്ക് പിന്നാലെ പോകുന്നുമുണ്ട്. പക്ഷേ എന്നാൽ ഇവരാരും ശരിക്കും സത്യശബ്ദം അല്ലെങ്കിൽ വിശുദ്ധ ശബ്ദത്തിനെ അനുസരിക്കുന്നവരല്ല. ഇവർക്ക് ശരിക്കും ന്യായവിധി ഉണ്ടാകുമോ? ഇവരുടെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യും? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്ന് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയൊക്കെ നടത്തുന്ന അനേക ആളുകൾ ലോകത്തിലുണ്ട്. പക്ഷേ അവരാരും ശബ്ദം അനുസരിക്കുന്നവരും അല്ല. അപ്പോൾ അവർക്ക് ന്യായവിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. വളരെ വളരെ മനോഹരമായൊരു ചോദ്യമാണ്. നമുക്ക് അതിനുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 7:22-23 വാക്യങ്ങൾ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. അപ്പോൾ നോക്കിയേ, അങ്ങനെയുള്ള ആളുകളുടെ കുറിച്ച് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയുകയില്ലയോ? എന്നാൽ കർത്താവിൻ്റെ മറുപടി എന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന തീർത്ത് പറയും. അപ്പോൾ
നമ്മൾ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചതുകൊണ്ടോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടിയതുകൊണ്ടോ സ്വർഗരാജ്യത്തിൽ കടക്കാമെന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത്. കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്യേണ്ടെന്നോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടെന്നോ അല്ല പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ അപ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. കർത്താവിൻ്റെ നാമത്തിൽ ഇത്രയും വലിയ വൻകാര്യങ്ങൾ ചെയ്തിട്ടും അവരെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതെന്താണ് അങ്ങനെ കർത്താവ് പറയുന്നത്? വേദപുസ്തകം എന്താണ് മറുപടി പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിലാണ് അനേകർ ഇത്രയും വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. നല്ല ചോദ്യമാണ്. എങ്കിലും കർത്താവ് എന്തുകൊണ്ടാണ് ഇവരെ അറിയുന്നില്ല എന്ന് പറയുന്നത്? നല്ല ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നാം വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. അതായത് മത്തായി 7:23 എന്ന് വായിച്ചേ. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവരെ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ്. അപ്പോൾ ഈ അധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് വിവരിക്കുക. അധർമ്മം എന്താണെന്ന് സംശയം. ഈ അധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അധർമ്മം എന്താണെന്ന് തിരുവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അപ്പോൾ അധർമ്മം എന്താണെന്ന് മനസ്സിലായോ? പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നത്, ഫോർ സിൻ ഈസ് ദി ട്രാൻസ്ഗ്രഷൻ ഓഫ് ദി കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ് ഓർ ദി ലോ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതാണ് പാപം അല്ലെങ്കിൽ അധർമ്മം. അപ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൽപ്പന അനുസരിക്കാത്തവരെ. അപ്പോൾ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് കർത്താവ് പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഈ വീര്യപ്രവൃത്തികളൊക്കെ ഏത് ശക്തിയിലാണ് നടക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അല്ല, അപ്പോൾ എൻ്റെ നാമത്തിൽ അതാണ്. പക്ഷേ ഈ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് വീര്യപ്രവർത്തികളും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ഇത് ചെയ്യുമ്പോൾ ഏത് ശക്തിയാണ് ഇതൊക്കെ ഈ വീര്യപ്രവർത്തികൾ ചെയ്യിക്കുന്നത്? അത് നമ്മൾ വിവേചിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് ശക്തിയാണെന്ന് നമുക്കതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമുക്കതിനെക്കുറിച്ച് ഒരാളെ നമ്മൾ വിധിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റു പലതും ആളുകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ കൽപ്പന അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നാൾ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുവാനായിട്ട്. ബഹുമാനപ്പെട്ട ഈ പ്രേക്ഷകർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഈ അധർമ്മം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവർക്ക് വീര്യപ്രവൃത്തികളോ ഇതൊന്നും കാണിക്കാനായിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്ത് പറയുമെന്നാണ് കർത്താവ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. നാം ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകണമെങ്കിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയും അനുസരിക്കണം എന്നുള്ളത് ശരിയായ ഒരു വചനത്തിൻ്റെ തീരുമാനമല്ലേ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഒരു സംശയമുള്ളത്, പഴയ നിയമ കാലത്തെ ഭക്തന്മാരായ ആളുകൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ അണുവിട തെറ്റിക്കാതെ പാലിച്ചു പോകുന്നവരാണ്. പരീശന്മാരും ന്യായശാസ്ത്രികളും അന്ന് യഹൂദ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും യഹൂദജനം തന്നെയും. എന്നാൽ അന്ന് പക്ഷേ അത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 10 കൽപ്പന അവർ അനുസരിച്ചിരുന്നെങ്കിലും യേശുവിനെ അവർ അംഗീകരിച്ചില്ല. അത് ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് ഒരു പ്രതിഭാസമാണത്. ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്ത ഒരു കൂട്ടം, എന്നാൽ അവർ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വ്യത്യസ്ത സമൂഹങ്ങളാണുള്ളത്. ഒന്ന് കൽപ്പന അനുസരിക്കുന്ന ഒരു വിഭാഗവും യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു വിഭാഗവും. ഇന്ന് കൽപ്പന തിരസ്കരിക്കുന്ന ഒരു വിഭാഗവും യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും. ഇതിൽ ഏത് ഗ്രൂപ്പാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നത്? നല്ലൊരു ചോദ്യമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് യേശുവിനെ വേണ്ടായിരുന്നു, കൽപ്പന വേണമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും യേശുവിനെ വേണം, കൽപ്പന വേണ്ട. അപ്പോൾ ഈ 2 കൂട്ടരിൽ ആരാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്നാണ് ആ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. 14:12. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെയാണ് സ്വർഗത്തിലേക്ക് ആവശ്യം. അപ്പം
യേശുവിനെ അംഗീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, യേശു പറഞ്ഞത് അനുസരിക്കുകയും വേണം. ഇനി ചിലർ യേശു പറഞ്ഞത് അനുസരിക്കുന്നുണ്ടായിരുന്നു, യേശുവിനെ കൈക്കൊണ്ടില്ല. ഈ രണ്ടു കൂട്ടർക്കും പറ്റത്തില്ല. പിന്നെയോ ദൈവകൽപ്പനയും നാം അനുസരിക്കണം, യേശുവിങ്കലുള്ള വിശ്വാസം കാത്തുകൊള്ളുകയും വേണം. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധ്യമായി. ഇവിടെ പ്രത്യേകിച്ചൊരു വാക്യങ്ങളുണ്ട്, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന അവരാണ് വിശുദ്ധന്മാർ. അവരെ കൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അങ്ങനെയുള്ളവരെയാണ് വിശുദ്ധന്മാരെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തീർച്ചയായിട്ടും. പാസ്റ്റർ, അടുത്ത ചോദ്യം. ചിലരെ നമ്മുടെ പ്രേക്ഷകർ ചിലർ പറയുന്നു 10 കൽപ്പന അനുസരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് 7-ാം ദിന ശബദം അനുസരിക്കേണ്ടതാണെന്ന് ചിലരൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ വസ്തുതകളാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം അത് ശരിയാണെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ജോലിക്ക് പോകാതിരുന്നപ്പോൾ ഞങ്ങളുടെ നിത്യവൃത്തിയുടെ കാര്യം കഷ്ടത്തിലാകത്തില്ലേ എന്ന് പോലെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 7-ാം ദിനം ചില ജോലിയുള്ളവരുണ്ട്, കൂലി കിട്ടുന്ന ദിവസം ശനിയാഴ്ചയാണ്. പിന്നെ ഗവൺമെൻറ് ജോലികളാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും ശനിയാഴ്ച ആരാധന എന്ന് പറഞ്ഞ് പോകാതിരുന്നാൽ അവരെ പിടിച്ചുവിടുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയായുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? മതി. അവിടെ നാം വായിച്ചത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സർക്കാർ ജോലിയാണ്, എനിക്ക് അന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഉപജീവനത്തെ ബാധിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പക്ഷേ നമ്മുടെ നിത്യജീവൻ നമുക്ക് നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ക്ലിയർ ആയല്ലോ ആ ചോദ്യത്തിന് ഉത്തരം. മറ്റു ചില പ്രേക്ഷകർ പറയുന്നത്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞായറാഴ്ച ആചരിക്കുന്നവരാണ്, ഇത് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ സത്യമാണെന്ന് മനസ്സ് പറയുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ ഇത് വിട്ടുവരുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ ഇടവക്കാരും ഒക്കെ ഞങ്ങളെ പരിഹസിക്കുകയില്ലയോ എന്ന് ചില സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു സംശയമാണ്, നല്ല ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ സത്യം സ്വീകരിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ അനുസരിച്ച് വരുന്ന അതിന് വിപരീതമായിട്ടൊരു സത്യം സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കാനായിട്ട് സാധ്യതയുണ്ട്. സാധ്യതയല്ല, തീർച്ചയായിട്ടും ചില പരിഹാസം നമ്മൾ പരിഹസിക്കും. അതിന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്, ആശ്വാസം നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. മത്തായി 5:11-12 വാക്യങ്ങൾ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോൾ നമ്മുടെ സംശയം മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുകയോ പഴിക്കുകയോ ചിലപ്പോൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്നാണ്. എന്നാൽ വചനം പറയുന്നത്, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. അപ്പോൾ പത്രോസിനെയും ശേഷം അപ്പോസ്തലന്മാരെയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരെ അടുപ്പിച്ച് വിട്ടയച്ചപ്പോൾ അവർ സന്തോഷിച്ചും കൊണ്ട് ഞങ്ങളുടെ വഴിക്ക് പോയി. കാരണം സ്വർഗത്തിൽ അവരുടെ പ്രതിഫലം ഈ ലോകത്തിലുള്ള പരിഹാസങ്ങളോ ഈ ലോകത്തുള്ള നിന്ദകളോ ഈ ലോകത്തിൽ നേരിടേണ്ട കഷ്ടങ്ങളോ ഒന്നും അവർ സാരമെന്ന് എണ്ണിയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് അപ്രകാരം ദൈവസ്ഥാനത്തിൽ ഉറച്ച് നല്ല തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വളരെ രസകരമായ ഒരു ചോദ്യമാണ് പാസ്റ്ററോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്രേക്ഷകൻ ചോദിച്ചതാണ്, ഈ ഈ സത്യമൊക്കെ 10 കൽപ്പന അനുസരിക്കണമെന്നുണ്ട്, ശരി തന്നെയാണ്, അതനുസരിക്കേണ്ടതാണെന്ന് സമ്മതിക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ പറയുന്നൊരു ന്യായം, ഈ അപ്പനും അമ്മയൊക്കെ പാരമ്പര്യമായിട്ട് 1-ാം ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ആചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അവരെ ധിക്കരിച്ചുകൊണ്ട് അല്ലെ അവർ വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ആരാധനയിലേക്ക് പോകുമ്പോൾ അവർക്കത് പ്രയാസം തോന്നുകയും നമ്മളോട് ഈർഷ്യ തോന്നുകയും ചെയ്യുകയില്ലേ? അപ്പം ദൈവത്തിൻ്റെ കൽപ്പന ശബത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷേ അതേ കൽപ്പന തന്നെ പറയുന്നുണ്ട്, എന്നിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നുണ്ടപ്പോൾ അവരൊരു ധർമ്മസങ്കടത്തിലാണ്. അപ്പം അതിനെന്താണൊരു മറുപടി എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. കാരണം പലപ്പോഴും പലരും തടസ്സം പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും പ്രായമായിട്ടിരിക്കുന്നു, അതുകൊണ്ട് അവരെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ സത്യത്തിലേക്ക് വരാനായിട്ട് പ്രയാസമാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നാണല്ലോ വചനം പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പലരും പറയാറുണ്ട്. എന്നാൽ
ഇതിന് വളരെ വ്യക്തമായിട്ടൊരു മറുപടി ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 37, 38 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. മത്തായി 10-ന്റെ 37, 38 വാക്യങ്ങൾ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം വളരെ കൃത്യമായ ഉത്തരം കിട്ടിയാൽ ചിന്തിക്കുന്നു. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നാം അപ്പനും അമ്മയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടെന്നല്ല, പിന്നെയോ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ എങ്ങനെ അനുസരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? കർത്താവിൽ അനുസരിപ്പീൻ. അപ്പോൾ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടെന്നല്ല, പിന്നെയോ അവരെ എങ്ങനെ അനുസരിക്കണം? കർത്താവിൽ അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിനനുസരിച്ച് വേണം അനുസരിക്കാൻ. ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് അമ്മയും അപ്പനും ചെയ്യാൻ പറഞ്ഞാലോ അത് നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മയൊക്കെ ശരി തന്നെ, പക്ഷേ എന്നേക്കാൾ അധികം ഞാൻ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് അപ്പനും അമ്മയും പറയുന്നെങ്കിൽ അത് നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ തീരുമാനം നല്ല തീരുമാനം കർത്താവിൻ്റെ വചനത്തിനനുസരിച്ചായിരിക്കണം. എൻ്റെ അപ്പനെയും അമ്മയും പ്രയാസപ്പെടുമെന്ന് ചിന്തിച്ച് നമ്മൾ ദൈവവചനം അനുസരിക്കാനായിട്ടൊരു കാരണവശാലും മടിക്കരുത്. ന്യായവിധി എന്നുള്ള വലിയ പരമാർത്ഥം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മുടെ സ്ഥാനം ഇന്നെവിടെയാണ്? നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണോ? അതോ നാം ലോകപ്രകാരം നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾക്കൊക്കെ പഴി പറഞ്ഞുകൊണ്ട് നാം ദൈവവചനത്തിൽ നിന്നും കൽപ്പനകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഓർമ്മിക്കട്ടെ, നമുക്കൊരു ന്യായവിധി വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനുള്ള ഒരവസരം കൂടെ കർത്താവ് നൽകിയിരിക്കുകയാണ്.